ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എഗ് ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ്. നമ്മൾ മുട്ട കറി ആയിട്ടൊക്കെ കഴിക്കാറുണ്ട്, ഓംലേറ്റ് ആയിട്ട് പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മുട്ട ഒരു ഡ്രൈ റോസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടോ? അതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ഈ ഫ്രൈയിങ് പാൻ ചൂടായി വരുമ്പം ഞാൻ ഒഴിക്കുന്നത് 3 ടേബിൾ സ്പൂണോളമുള്ള എണ്ണയാണ്. എണ്ണയോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിതിനെ ഉപയോഗിക്കുന്ന മുട്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാൻ പോകുന്നത്. കാരണം അത് വളരെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. അതിനകത്ത് ഒട്ടും തന്നെ കട്ട കുത്തിയിരിക്കാൻ പാടില്ല. എന്നിട്ട് ഞാനിത് ഇനി കാണിക്കാൻ പോകുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒരു കയ്യിലാണിത്. ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടയ്ക്കുള്ള ഒരു കയ്യിൽ, ഇതിൻ്റെ അകത്ത് കൂടെയാണ് ഞാൻ ഈ ഒരു മുട്ട ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നേരം വരുന്നത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മഞ്ഞ ഭാഗമൊക്കെ ഒരുപോലെ തന്നെ ആ വെള്ളം മഞ്ഞയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ലതുപോലെ ഫ്ലഫി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും വരും കേട്ടോ. ഇപ്പം നമുക്ക് തോന്നും ചിലപ്പോൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കി എന്തേ ആ ടേസ്റ്റ് വരത്തില്ലേന്ന്. ഇല്ല, അത് രണ്ടും വ്യത്യാസമുണ്ട്. സാധാരണ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ട് വരും. എന്നാൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി നേരമൊന്നും ഒഴിച്ചിട്ട് ഒത്തിരി നേരമൊന്നും വെക്കേണ്ട. ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് നമുക്കിത് മാറ്റിയെടുക്കാം. ഞാൻ മുട്ട ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഉള്ള ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇനി കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കൂടെയുള്ള എണ്ണ ചേർത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂണോളമുള്ള പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ പെരിഞ്ജീരകമൊക്കെ ഒന്ന് ചെറുതായി ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവോള ഞാൻ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അരിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡ്രൈ റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കുഞ്ഞിതായിട്ടാണ് അരിഞ്ഞത്. അതാണ് കഴിക്കാനും കടിക്കാനൊക്കെ കുഞ്ഞിതായിട്ട് കിട്ടുമ്പോൾ അതാണ് രസം കേട്ടോ. അപ്പോൾ ഞാൻ 1 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ 1 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അത് പേസ്റ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ചതച്ചതാണെങ്കിലും ചേർക്കാം. ചതച്ചതൊക്കെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ സ്വാദ്, അല്ലെങ്കിൽ പേസ്റ്റ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ സ്വാദ് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവോളയുടെ നിറക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റും കൂടെ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളത് ഞാൻ ചേർക്കാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതാക്കി അരിയണമെന്നുണ്ടെങ്കിൽ അരിയാം കേട്ടോ. ഇത് ഈ ഒരു തക്കാളി ഒത്തിരി അങ്ങോട്ട് ഉടയേണ്ട കാര്യമൊന്നുമില്ല. അത് കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വേപ്പില വേണമെന്നുണ്ടെങ്കിൽ വേപ്പില ചേർക്കാം. എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ഞാനിവിടെ ഒരു 3 പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. ഇത് പച്ചമുളകിന് വലിയ എരിവില്ലാത്തൊരു പച്ചമുളകാണ്, അതുകൊണ്ടാണ് 3 എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി സവോളയൊക്കെ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്കിനി മസാലപ്പൊടികൾ കുറച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതൊരു നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം പച്ചമുളക് എരിവിന് ചേർത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. പിന്നെ ഈ ചേർക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ഉള്ള ഗരം മസാലപ്പൊടി, പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്, ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. അത് 1 ടേബിൾ സ്പൂണോളമുള്ള തൈര്. അത് ഒത്തിരി പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. ഇവിടെ ഈ തൈരിന് ഒത്തിരി പുളിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് വേറെ വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ല. നമ്മളിതൊരു ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു തൈര് ചേർത്തത് ആ ഒരു തിക്നെസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടും പിന്നെ ഒരു കുഞ്ഞ് പുളിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബ്രെഡാണ്. ബ്രെഡ് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരുവൊക്കെ ഞാൻ കളഞ്ഞ് ബ്രെഡ് അതിൻ്റെ വെള്ള കളറായിട്ടുള്ള അകം ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബാക്കി മുറിച്ച് നമ്മുടെ ഈ മസാല കൂട്ടിനകത്ത് ഇടാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഒരു പ്രത്യേക രീതിയിൽ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നിങ്ങൾക്ക് വേപ്പില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേപ്പില ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത് അരിഞ്ഞത് നമ്മളിതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കൊള്ളിക്കാം. ആ ഒരു മല്ലിയിലയുടെ സ്മെല്ല് വരാനും അതുപോലെ എന്താ പറയുക ഈ ബ്രെഡിലൊക്കെ എല്ലാം ഒന്ന് ആവിയൊക്കെ കയറി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു എഗ് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അല്ലെങ്കിൽ എഗ് ബ്രെഡ് ഡ്രൈ റോസ്റ്റ് എന്നും പറയാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന മുട്ട ഒരു പ്രത്യേക രീതിയിൽ പൊരിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അവർക്ക് ഒരു പ്രയാസം കൂടാതെ കഴിക്കാൻ പറ്റും. ഇതിനകത്തുള്ള ബ്രെഡും മുട്ടയും അതുപോലെ മസാലയൊക്കെ ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി പലഹാരമായിട്ടോ നല്ല ചൂട് ചായയുടെ ഒപ്പം ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.